പൊന്നാരച്ചങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് എന്താ ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാച്ചിട്ട് പോന്നാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നടക്കുന്ന ആൾക്കാരാണല്ലോ എന്നെ കൂട്ടിയിട്ട് നിങ്ങളെല്ലാവരും. അപ്പോൾ എന്താ വെച്ചാലേ സംഗതി ഇപ്പോൾ ലോണ് ഒക്കെ എടുക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ബാങ്കിലൊക്കെ പോയിട്ട് ലോൺ എടുക്കുമ്പോൾ തന്നെ ഒരു 10-16 സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കണം. എല്ലാത്തരം പേപ്പറുകളും കൊടുക്കണം. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ 2000, 3000, 10,000 ഒക്കെ നമുക്ക് വെറുതെ തരികയാണ്. ഇത് നിങ്ങൾ ആലോചിക്കണില്ല. നിങ്ങൾ ആ സമയത്ത് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യ സമയത്ത് പൈസ കിട്ടല്ലേ. അപ്പൊ എന്തായാലും ഇതേമാതിരി കൊടുക്കുന്ന ഓരോരോ ആപ്പുകൾ വന്നിട്ടുണ്ട്. നമുക്ക് പൈസ തരാന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലും വാഗ്ദാനങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. അവസാനം പിന്നെ നിങ്ങൾ മറ്റേ തൂങ്ങിച്ചാവേണ്ട അവസ്ഥയാണ് വരാൻ പോണത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാൽ നമ്മളൊക്കെ അറിയുന്ന ഒരുപാട് പേര് ഇതേമാതിരിയൊക്കെ ലോൺ എടുത്തവരൊക്കെ ഉണ്ട്. പുറത്ത് മുണ്ടാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടമ്മമാരൊക്കെ പെട്ടെന്നൊക്കെ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ മോർഫൊക്കെ ചെയ്തിട്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ലക്ഷക്കണക്കിന് ഉറുപ്പിട്ടോ നമ്മളെ കേരളത്തിൽ നിന്ന് മാത്രം പോയിട്ടുള്ളത്. അപ്പോൾ ഒന്നൊക്കെ ശ്രദ്ധിക്കുക. പൈസ ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ആരത്തിലൊക്കെ കടം ചോദിക്കുക. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു ചതിക്കുഴിയിൽ നിന്ന് പോയിട്ട് വീഴാൻ നിൽക്കട്ടുള്ള കാര്യം പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ബാങ്കിൽ പോയിട്ട് ബാങ്ക് മുഖാന്തരം വല്ല ലോണും കിട്ടുക വെച്ചാൽ നല്ല കാര്യമാണേ. അപ്പോൾ എന്താ വെച്ചാൽ കേരളത്തിൽ പോലീസിന്റെ ആദ്യമൊക്കെ ഇതിന് കേസ് കൊടുത്തിട്ട് ആദ്യം കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അറിയുന്നൊരു സുഹൃത്ത് ഒരു 2-3 കൊല്ലം മുന്നേ തോന്നുന്നു അതേമാതിരി ലോക്കായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ തലയൊക്കെ വെട്ടിയെടുത്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഉടനെ എങ്ങനെയാണെന്നറിയോ? നമ്മളെല്ലാ തരം ഡാറ്റകളും അവർ ചോർത്തും. നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റ്, നമ്മളെ കോണ്ടാക്റ്റിലുള്ള ഫോട്ടോസ്, അവരുടെ കോണ്ടാക്ട്, പിന്നെ അതേമാതിരി തന്നെ ഗാലറിയിലുള്ള ഫോട്ടോസ് അതൊക്കെ ചോർത്തിട്ടോ. പിന്നെ നമുക്ക് പൈസ തിരിച്ച് അടച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ പലിശ കൊടുത്തിട്ടാവും ആ ഇടപാടാണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ടാവുക. പക്ഷെ ഇത് മണ്ടേന്ന് ഒഴിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ അവർ പൈസ ഇട്ട് തരും, ഇത് അടക്കണം പറയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിട്ടില്ല ഇനി അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ബ്ലാക്ക് മെയിലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ ചതിക്കുഴിയിൽ ഒരുപാട് പേര് കേരളത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്. നിങ്ങളാരും പെടാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ മറ്റേ വീട്ടമ്മമാരുടെയൊക്കെ ഫോട്ടോസ് അതേ തലയൊക്കെ വെട്ടി മാറ്റിയിട്ട് മറ്റുള്ള വേറുള്ള രീതിയിൽ സെക്സ് പരമായിട്ടുള്ള രീതിയിലൊക്കെ അവരുണ്ടാക്കും. പിന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ചതിക്കുഴിയിലൊക്കെ വീണ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? ചൂടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പൂടുത്തം വിട്ട ചൂടാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ സൈഡായിട്ട് വണ്ടി സൈഡാക്കിയിട്ട് ഒരു മുക്കിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക. പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. ഇനി ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടേ മഴ പെയ്യണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ലോൺ എടുക്കണ നമ്മളെ പൈസ ഇന്നമാതിരി സാമ്പത്തികപരമായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വെറുതെ എവിടുന്നൊക്കെ കടം മേടിക്കാൻ വലിയ കുഴപ്പമില്ല. ഇതേമാതിരത്തെ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാണ് ഉള്ള കാര്യം പറയാം കേട്ടോ. പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാര്യമൊക്കെ ഒന്ന് പറയിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരിക്കും. ഓക്കെ, ബൈ.